പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. കുമ്പളങ്ങി നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ചികിത്സാ സഹായ വിതരണം ചെയ്തു. കുമ്പളങ്ങി നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ ദിനമായ ഫെബ്രുവരി 4 രോഗികൾക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്തു. സഹായ വിതരണം ഫാദർ ആന്റണി കാനപ്പള്ളി OCD യേശുഭവൻ കണിച്ചുകുളങ്ങര നിർവഹിച്ചു. നിരവധി മനുഷ്യർ ഇന്ന് ക്യാൻസർ മൂലം ദുരിതം അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ രോഗികൾക്കും കുടുംബത്തിനും സാന്ത്വനം നൽകുന്ന നിരവധി സംഘടനകളും വ്യക്തികളും നമ്മുടെ ഇടയിലുണ്ട്. അതേപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നവജീവൻ പ്രേക്ഷിത സംഘത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചു. വളരെയധികം ക്യാൻസർ രോഗികളുമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ആന്ധ്രയിലുള്ള മിഷനിൽ 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ക്യാൻസർ രോഗത്തിൻ്റെ ഒരു സെൻറ്റർ, മറ്റൊന്ന് കുഷ്ഠരോഗത്തിൻ്റെ സെൻറ്റർ. നമ്മുടെ ഈ നാട്ടിലുള്ള ബഹുമാനപ്പെട്ട ലീനസ് അച്ഛനായിരുന്നു ഈ പറയുന്ന ക്യാൻസറിൻ്റെ ഭാഗം നോക്കിയിരുന്നത്. പിന്നെയാണ് അച്ഛൻ ഒറീസയിലേക്ക് പോയത്. അച്ഛൻ്റെ അമ്മാവൻ്റെ അമ്മായിയുടെ മകനാണ് ഫാദർ റൈമണ്ട്. അദ്ദേഹം ചെല്ലാറ്റുകാരനാണ്. അച്ഛനാണ് കുഷ്ഠരോഗികളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. പക്ഷേ ഇന്ന് ആരും അവരെ നോക്കില്ല. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഇത് സാധിക്കില്ല. മറ്റുള്ളവരുടെ വേദനകൾ കാണാൻ, ആ വേദനകളിൽ അവരെ ഒന്ന് തലോടാൻ, അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പലപ്പോഴും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നമുക്ക്. ധാരാളം സംഘടനകൾ ഇന്ന് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. പല പള്ളികളിലും സംഘടനകളുള്ളതുകൊണ്ട് ബോർഡ് വെക്കാൻ പോലും സ്ഥലമില്ല എന്നാണ് വൈദികർ. പ്രസിഡന്റ് മേരി റേച്ചൽ അധ്യക്ഷത വഹിച്ചു. 19ാം വാർഡ് മെമ്പർ ലിനി ലൈജു, അഡ്വക്കേറ്റ് മേരി ഹർഷ, മാർട്ടിൻ ആന്റണി, അഞ്ജലി ആൻസൺ, ജോൺസൺ വള്ളനാട്ട് എന്നിവർ പ്രസംഗിച്ചു. അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു ധനസഹായം കൂടി നൽകുന്നുണ്ട്. നേരത്തെ നമ്മൾ കിറ്റൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അതിനൊന്നും ഇന്ന സമയമില്ലാഞ്ഞുകൊണ്ടാണ് കിറ്റൊന്നും തരാതെ ഇരുന്നത്. കിറ്റൊക്കെ നിങ്ങൾക്ക് പുറകെ വരും. അതുകൊണ്ട് ഒത്തിരി 4 മണി അതെല്ലാം ഒരു തടൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും എല്ലാ സംഘടനകളും ഇതിനു വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്ന് ക്യാൻസറിനെതിരെ പൊരുതാം. ഇപ്പോൾ ഇവിടെ ജോൺസനെയും റേച്ചലിനെയും നവജീവൻ പ്രേക്ഷിത സംഘത്തിനെ പ്രത്യേക അഭിനന്ദിച്ചാണ്. കാരണം സാധാരണക്കാരുടെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലം നവജീവൻ പ്രേക്ഷിത സംഘം രോഗികൾക്കും ദുരന്തം അനുഭവിക്കുന്നവർക്കും ഒരു കൈത്താങ്ങായി നിന്ന കാരുണ്യ പ്രസ്ഥാനമാണെന്നും കൊറോണ കാലഘട്ടത്തിൽ നവജീവന്റെ പ്രവർത്തനം നാടിന് തന്നെ മാതൃകയായിരുന്നുവെന്നും മുൻ പ്രസിഡന്റ് കൂടിയായ മാർട്ടിൻ ആന്റണി പറഞ്ഞു. ഫ്ലോറി കുഞ്ഞപ്പൻ, അജിത ആൻസൺ, റീന കുമാർ, ജെസി ജോസഫ്, ഷീന കവിരാജ്, ചിന്ന സൈമൺ, ഷെറി ലൂയിസ് എന്നിവർ നേതൃത്വം നൽകി. ക്യാൻസർ മൂലം ദുരിതം അനുഭവിക്കുന്ന രോഗികൾക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥനയും നടത്തി. തുടർന്ന് സ്നേഹബിരുദം നൽകി. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.